4 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് ഇത്ര ആഘാതമുണ്ടാക്കിയിരിക്കെ ദുരന്തത്തിന് തുടക്കമായ മുണ്ടക്കൈ ചെറുപ്രദേശം പൂർണ്ണമായി നശിച്ചിട്ടുണ്ടാകാമെന്ന ആശങ്കയിലാണ് രക്ഷാപ്രവർത്തകർ. കഴിഞ്ഞ വർഷം 17 പേർ കൊല്ലപ്പെട്ട പുത്തുമലയ്ക്ക് അകലെയല്ലാത്ത വെള്ളരിമലയിലാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് തുടക്കമായത് എന്നാണ് കരുതുന്നത്. വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മലപ്പുറത്ത് ചാലിയാറിൽ നിന്നാണ് ലഭിച്ചതെന്ന് പറയുമ്പോൾ വെള്ളമൊഴുക്കിന്റെ ഗതിവേഗം ഊഹിക്കാൻ പോലും സാധിക്കാത്തതാണ്. രക്ഷാപ്രവർത്തനം എങ്ങനെ എവിടെ തുടങ്ങണമെന്ന കാര്യത്തിൽ ഇനിയും ധാരണ രൂപപ്പെടുത്താൻ ആയിട്ടില്ല. എസ്റ്റേറ്റ് പ്രദേശത്താണ് സംഭവമെങ്കിലും നിലവിൽ ഭൂപ്രദേശം തിരിച്ചറിയാനാകാത്ത വിധം തകർന്നു പോയിരിക്കുകയാണ്. കരയും പുഴയും തിരിച്ചറിയാനാവാതായി. വീടുകൾ, തോട്ടം തൊഴിലാളികൾ തങ്ങിയിരുന്ന ലയങ്ങൾ ഒക്കെ പോലും അവിടങ്ങളിൽ ഇല്ല. സഹായ അഭ്യർത്ഥനകളുടെ പ്രവാഹമാണിപ്പോൾ. എന്നാൽ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്തതാണ് പ്രശ്നം. സംഭവം നടന്നിട്ട് 9 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പുലർച്ചെ 1:30-2 മണിയോടെയാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്തിച്ചേരാനുള്ള പ്രതിസന്ധികൾ ഏറെയാണ്. കഴിഞ്ഞ വട്ടം ദുരന്തമുണ്ടായ ചൂരൽമലയ്ക്കപ്പുറം കടക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനവും എളുപ്പമല്ല. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ കോപ്റ്ററുകൾക്ക് ഇറങ്ങാനും വിഷമമായിരിക്കും. ചൂരൽമലയിൽ തകർന്നുപോയ പാലം പുനഃസ്ഥാപിക്കപ്പെട്ടാലേ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ NDRFന്റെയും സൈന്യത്തിന്റെയും പ്രവർത്തനങ്ങളിലാണ് പ്രതീക്ഷ. വ്യോമസേനയുടെ വിമാനത്തിൽ അടിയന്തരമായി ഭക്ഷണവും മരുന്നും എത്തിക്കാനാണ് ശ്രമം. ചൂരൽമലയിലും മുണ്ടക്കയിലുമായി 400ഓളം പേർ അപകട സ്ഥലങ്ങളിൽ രക്ഷപ്പെടാൻ വഴി പ്രതീക്ഷിച്ച് കഴിയുകയാണ്. താൽക്കാലിക പാലം നിർമ്മിച്ച് മറുകര കടക്കാനായാൽ മാത്രമേ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള മുണ്ടക്കയിൽ എത്താൻ കഴിയുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ NDRFന്റെയും സൈന്യത്തിന്റെയും പ്രവർത്തനങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുന്നു. വ്യോമസേനയുടെ വിമാനത്തിൽ അടിയന്തരമായി ഭക്ഷണവും മരുന്നും എത്തിക്കാനാണ് ശ്രമം. ചൂരൽമലയിലും മുണ്ടക്കയിലുമായി 400ഓളം പേർ അപകട സ്ഥലങ്ങളിൽ രക്ഷപ്പെടാൻ വഴി പ്രതീക്ഷിച്ച് കഴിയുകയാണ്. താൽക്കാലിക പാലം നിർമ്മിച്ച് മറുകര കടക്കാനായാൽ മാത്രമേ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള മുണ്ടക്കയിൽ എത്താൻ കഴിയൂ. നിലവിൽ അപകട പ്രദേശങ്ങളിൽ നിന്നുള്ള ഏകദേശ വിവരമെങ്കിലും ലഭിക്കുന്നുണ്ട്. എന്നാൽ മൊബൈൽ ഫോൺ ചാർജും മറ്റു സംവിധാനങ്ങളും കഴിഞ്ഞാൽ പിന്നെ എന്താണോ മാർഗമെന്ന ആശങ്കയുമുണ്ട്. വൈദ്യുതി നിലച്ചു, ടെലിഫോണുകൾ തകരാറിലായി. കണ്ണൂരിൽ നിന്ന് 138 പേരുള്ള ഒരു NDRF സംഘം, കോഴിക്കോട്ട് നിന്ന് 38 പേരുള്ള സംഘവും പുറപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ രക്ഷാദൗത്യക്കാരും മെഡിക്കൽ വിഭാഗക്കാരുമുണ്ട്. ഉച്ചയോടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപടികൾ തുടങ്ങാനാവുമെന്നാണ് കരുതുന്നത്. അതേസമയം വയനാട്ടിലേക്കുള്ള KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. വയനാട്ടിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കോഴിക്കോട് നിന്നുള്ള KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിയത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിലടക്കം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന. പ്രദേശത്തെ നിരവധി വീടുകൾ കാണാനില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വയനാട് ഇതുവരെ കാണാത്ത ഇത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായത്.